ഹരേ കൃഷ്ണ. ശബ്ദം നഷ്ടപ്പെട്ടു പോയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നൽകിയ ഗുരുവായൂരപ്പൻ്റെ കഥയറിയാമോ? കർണാടക സംഗീത ചക്രവർത്തിയായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായും ഗുരുവായൂർ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. കുട്ടിക്കാലം മുതലേ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായിരുന്ന ചെമ്പൈ സംഗീത ലോകത്ത് തനിക്ക് ലഭിച്ച സംഭാവനകളെല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയും തനിക്ക് ലഭിച്ച പൈസ കൊണ്ട് ഭഗവാന് നിരവധി തവണ ഉദയാസ്തമന പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരൻ ഗുരുവായൂരപ്പനാണെന്ന് അന്ത്യം വരെ വിശ്വസിച്ചു വന്നു. 1907 ഗുരുവായൂർ ഏകാദശി നാളിലാണ് അദ്ദേഹം ആദ്യമായി ഗുരുവായൂരിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി കാലത്ത് ചെമ്പൈ സംഗീതോത്സവം നടത്തിവരുന്നത്. 1952 ഗുരുവായൂർ ഏകാദശി നാളിൽ പതിവിന് വിപരീതമായി കോഴിക്കോട്ടെ സാമൂതിരി കോവിലകത്തായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് കച്ചേരി. പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കച്ചേരിക്ക് കോവിലകത്തെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. ഇതിൽ ദുഃഖിതനായ അദ്ദേഹം പിന്നീട് ഗുരുവായൂരിലെത്തുകയും ശ്രീകോവിലിന് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തു. ആ സമയത്ത് വൈദ്യകുലപതി വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടായിരുന്നു. ചെമ്പൈയുടെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം ചെമ്പൈയെ പൂമുള്ളി മനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് 10 ദിവസം വിശദമായി ചികിത്സിക്കുകയും ചെയ്തു. ഒരു പ്രത്യേകതരം പൊടി കലക്കി നൽകിയാണ് വൈദ്യമഠം ചെമ്പൈയെ ചികിത്സിച്ചത്. തത്ഫലമായി ചെമ്പൈക്ക് ശബ്ദം തിരിച്ചു കിട്ടുകയും അദ്ദേഹം വൈദ്യമഠത്തിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് മരണം വരെ അദ്ദേഹത്തിന് ഒരിക്കലും ശബ്ദം നഷ്ടപ്പെട്ടിട്ടില്ല. നവരാത്രിയുടെ ആദ്യ ദിവസം പതിവ് പോലെ അദ്ദേഹം പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഏകദേശം 3 മണിക്കൂർ നേരം തുടർച്ചയായി കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൃതിയെല്ലാം അദ്ദേഹം പാടി. അവയിൽ അവസാനം പാടിയത് കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന കൃതിയാണ്. കച്ചേരി അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ തൊഴുകൈയോടെ നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. 78 വയസ്സുള്ള തന്നെ തിരിച്ചെടുത്തുകൂടെ എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു മാരാർ ചെമ്പൈ 120 വയസ്സ് വരെ ജീവിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അത്രയൊന്നും തനിക്ക് വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തുടർന്ന് ശിഷ്യനായ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിലെത്തിച്ചേർന്ന അദ്ദേഹം അല്പസമയം ശിഷ്യനോട് സംസാരിക്കുകയും തുടർന്ന് സന്ധ്യാവന്ദനം ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ ശിഷ്യനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ നാഡീസ്പന്ദനം പരിശോധിച്ചു നോക്കി മരണം സ്ഥിരീകരിച്ചു. അങ്ങനെ ആ മഹാസംഗീതജ്ഞൻ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേർന്നു. ധ്വന്വന്തരമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ വൈദ്യൻ്റെ രൂപത്തിൽ തന്നെ വന്ന് ഒരു പ്രത്യേകതരം പൊടി കലക്കി കൊടുത്തിട്ടല്ലേ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു നൽകിയത്. ഭഗവാനിൽ വിശ്വസിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അഹങ്കാരം ഒഴിവാക്കിയും അചഞ്ചലമായ ഭക്തിയും ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വസിക്കും.